ഹലോ ഗൈസ്, 2 ദിവസം മുമ്പേ പത്തനംതിട്ട അടൂരിൽ ഹോളി ഏഞ്ചൽ സ്കൂളിൽ ഒരു വിദ്യാർത്ഥി, ആൺകുട്ടിയാണ്, അവൻ്റെ മുടി വെട്ടിയത് ശരിയല്ല എന്നും പറഞ്ഞ് അവനെ ശകാരിക്കുകയും ക്ലാസ്സിന് വേണ്ടി ആക്കുകയും ചെയ്തു. ക്ലാസ്സിൽ കയറ്റിയില്ല. PT അധ്യാപകനാണെന്ന് തോന്നുന്നു. അപ്പം അതങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ടായിരുന്നു. മുടി വെട്ടിയ സ്റ്റൈല് ശരിയല്ല എന്നുള്ളത്. ഒന്നാമത് ആ മുടി വെട്ടിയ നമ്മൾ കണ്ടതാണ്. അതിനകത്ത് വലിയ തരക്കേട് തോന്നുന്നില്ല, പ്രശ്നമൊന്നുമില്ല. ഓക്കെ, മാന്യമായിട്ടുള്ള രീതിയിലാണ് അത്യാവശ്യം വെട്ടിയിരിക്കുന്നത്. പിന്നെ എല്ലാ സ്കൂളിനും അതിൻ്റേതായിട്ടുള്ള ഒരു ഡിസിപ്ലിൻസിൻ്റെ ഭാഗമായിട്ടുള്ള ഡ്രസ് കോഡിങ്ങും അതിനൊക്കെ തന്നെ ഹെയർ ഗ്രൂമിങ്ങിൻ്റെ ഒക്കെ ചിട്ടകൾ കാണും. ഓക്കെ, അത് എല്ലാ സ്കൂളുകളിലാണെങ്കിലും കോളേജുകളിലൊക്കെ ആണെങ്കിലും അവരുടേതായിട്ടുള്ള കാര്യങ്ങൾ കാണും. ആദ്യം പറയാനുള്ളത്, ചില കുട്ടികൾ ഈ മുടി ഫ്രണ്ടിലോട്ട് വളർത്തിയിടും. ഓക്കെ, അധ്യാപകർക്ക് അത് പിടിക്കത്തില്ല. ഞാനൊരു അധ്യാപകനാണ്. അപ്പോൾ അതിനെ ബേസ് ചെയ്ത് പറയുകയാണെങ്കിൽ കുട്ടികളെ പഠിപ്പിച്ചിട്ടുണ്ട്, മുതിർന്നവരെ പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പം ഈ കുട്ടികളെന്ന് പറയുമ്പോഴത്തേക്കും ഇവർ ഈ മുടി ഫ്രണ്ടിലോട്ടൊക്കെ വളർത്തിയിടുന്ന കുട്ടികൾ ഇടയ്ക്കിടയ്ക്ക് മുടി ഇങ്ങനെ ബാക്കിലോട്ട് അപ്പോൾ അത് നമുക്ക് വലിയൊരു ഇറിറ്റേഷനാണ് തോന്നുന്നത്. അതായത് അവർക്ക് ഇറിറ്റേറ്റ് ആവുന്നുണ്ടോ അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ പറയുന്നവർ ശ്രദ്ധിക്കുന്നുണ്ടോ എന്നുള്ള പല ഇതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് വരും. അപ്പോൾ നമ്മൾ മുടി വെട്ടുന്ന കാര്യം പറയും. ഓക്കെ, അത് മറ്റൊരു കാര്യം. പക്ഷേ ഇവിടുത്തെ കേസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് ഫസ്റ്റ് ഡേ ആണ്. സ്കൂൾ തുറന്ന അന്നാണെന്നുള്ള കാര്യം നമ്മൾ ഓർക്കണം. അങ്ങനെ ഒരു കുട്ടിയെ ഈ പറഞ്ഞതുപോലെ മുടി വെട്ടിയതിൻ്റെ പേരിൽ, അത് മുടി അത്യാവശ്യം തരക്കേടില്ലാത്ത രീതിയിലാണ് വെട്ടിയിരിക്കുന്നത്. അതിൻ്റെ പേരിലൊക്കെ ക്ലാസ്സിനെ പുറത്താക്കുക എന്നുള്ളത് മാത്രമല്ല, പാരൻസിനെ വിളിച്ച് എൻ്റെ അച്ഛൻ അവിടെ വന്നിട്ട് പോയണൊക്കെ കൂടിയും പിന്നെ ക്ലാസ്സിൽ കയറ്റാൻ കൂട്ടാക്കിയില്ല. അതൊക്കെ ചെറ്റത്തരമൊക്കെ. അതാണ് ഈ ചില ടീച്ചേഴ്സൊക്കെ അങ്ങേയറ്റം ഫ്രസ്ട്രേഷൻസ് പിടിച്ച ടീച്ചേഴ്സുണ്ട്. അത് നമ്മൾ മുമ്പ് വീഡിയോ ചെയ്തിട്ടുള്ളതാണ്. ഓക്കെ, അവരുടെ എന്തിൻ്റെയൊക്കെയോ ഫ്രസ്ട്രേഷൻസ് കുട്ടികളോട് തീർത്ത് പറയും. അതുകൊണ്ടാണ് പറയുന്നത്, ഈ സ്കൂളിൽ ചുവരിലൊക്കെ എടുക്കുന്നതിന് എതിരാണ് ഞാനെന്ന് പറഞ്ഞതിൻ്റെ കാരണം അതാണ്. നമ്മൾ ഒരു വർഷത്തൂടെ ഈ ചുവരിലൊക്കെ എടുക്കുന്നത് നല്ലതാണ് എന്ന് പറയുമ്പോഴും ഇങ്ങനെയും കുറേ പ്രശ്നങ്ങൾ നടക്കുന്നു. ഓക്കെ, ഒരു വകതിരിവില്ലാത്തവന്മാരുണ്ട്. അവരുടെ കേസ് പറയുകയാണെന്നുണ്ടെങ്കിൽ നല്ലതാണ്, ചുവരിൽ കൊടുക്കാത്തത് തന്നെയാണ് നല്ലത്. ഈ കേസ് മാത്രമല്ല, ഇങ്ങനെ പല കേസുകളും വരുന്നുണ്ട്. ഓക്കെ, അവരുടെ ഫ്രസ്ട്രേഷൻസൊക്കെ കുട്ടികളോട് തീർക്കുന്ന രീതിയുണ്ട്. ഇവിടുത്തെ കേസ് പറയുകയാണെന്നെങ്കിൽ ഒറ്റ അടിക്കൊന്നും മനസ്സിലാവും. അത് വലിയ പ്രശ്നമില്ലാത്തൊരു ഹെയർ കട്ട് തന്നെയാണുള്ളത്. ഇനി അവർക്ക് എന്തെങ്കിലും ഒരു ഇതുണ്ടെന്നുണ്ടെങ്കിൽ അടുത്ത ദിവസം മാറ്റി കട്ട് ചെയ്ത് തരാൻ പറഞ്ഞാൽ മതി, പ്രശ്നം തീർന്നു. ഇവർ ചുമ്മാ സീനുണ്ടാക്കി കുട്ടിയെ വഴിയിലേക്ക് പാരൻസിനെ വിളിച്ചിട്ട് പോലും വീണ്ടും ഈ പറഞ്ഞതുപോലെ അവനെ ക്ലാസ്സിൽ കയറ്റാൻ കൂട്ടാക്കാതെ ഇരിക്കുക. മോശം.